നമ്മൾ ഇത്ര നാളും കഴിച്ച നാട്ടിൽ നിന്ന് കഴിച്ച ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്നും ശരിക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കേ അല്ല. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന കേക്ക് കഴിക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരു മലയാളി പോലും ചിലപ്പോ ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും നാരങ്ങളും പൈനാപ്പിൾ ജ്യൂസൊക്കെ ഇഷ്ടം പോലെ കഴിച്ചവരാണ്. നമുക്ക് ഒത്തന്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ചാലോ? ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ട് 19ാം നൂറ്റാണ്ടിലാണ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലുള്ള പേസ്ട്രി ഷെഫുമാർ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചെറീസും കീഷും ചെറി ബ്രാൻഡിയും വിപ്ഡ് ക്രീമും താഴെ ഷോർട്ട് ക്രസ്റ്റ് ആയിട്ടുള്ള ബേസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ലെയറിംഗ് ആണെങ്കിലോ റിച്ച് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ടാർട്ട് ചെറീസും ഫ്ലഫി ആയിട്ടുള്ള വിപ്ഡ് ക്രീമും മാത്രമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. തിക്ക് ആൻഡ് ഡെൻസ് ആയിട്ടുള്ള പൈൻ മരക്കാടുകൾ കൊണ്ട് നിറഞ്ഞതാണ് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് എന്ന് പറയുന്നത്. ഇനി വിപ്പ് ക്രീം ആണെങ്കിലോ അവിടെ മഞ്ഞ് പെയ്യുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതുമാണ്. റെഡ് ചെറീസ് എന്തിനാണെന്നറിയോ? കല്യാണം കഴിക്കാത്ത ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലെ സ്ത്രീകള് തലയിൽ ബ്രൈറ്റ് റെഡ് പോംപോം തൊപ്പികൾ ഇടാറുണ്ട്. മൊത്തത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയന്റെ കൾച്ചറും നേച്ചറുമാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അത് മാത്രമല്ല, പുതുതായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു കപ്പിൾ പോലും ഒരു പുതിയൊരു സ്ട്രോബെറി മരം നടണം എന്നൊക്കെയുള്ള ഒരു ആചാരം ശരിക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടാണ് അല്ലെ. പേര് പോലെ തന്നെ കാട്ടിലോട്ടൊരു ഹൈക്ക് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കേറ്റുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ. ബ്ലാക്ക് ഫോറസ്റ്റ് റീജിയനിലുള്ള TTC ലേക്കിനോട് ചേർന്നിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ ഇത് കഴിച്ചത്. പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. കഴിച്ചിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം.